യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ കലാപം. ഒ.ജെ. ജനീഷിന് വേണ്ടി അബിൻ വർക്കിയെ വെട്ടിമാറ്റിയെന്ന് ആരോപണം. കെ.സി. വേണുഗോപാലിന്റെ പിന്തുണയോടെ ഷാഫി പറമ്പിൽ കരുക്കൾ നീക്കിയെന്നും രമേശ് ചെന്നിത്തലയെ അവഗണിച്ചുവെന്നും വിമർശനം. അസംതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി രംഗത്ത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വത്തെ കൈപ്പിടിയിലൊതുക്കി കെ.സി. വേണുഗോപാൽ. രമേശ് ചെന്നിത്തലയുടെയും ഐ വിഭാഗത്തിന്റെയും കടുത്ത എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് തന്റെ അടുത്ത അനുയായിയായ ഒ.ജെ. ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി അവരോധിച്ചുകൊണ്ട് തന്റെ കരുത്ത് കെ.സി. വേണുഗോപാൽ ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന അബിൻ വർക്കിയാകും അടുത്ത അധ്യക്ഷൻ എന്നായിരുന്നു ഏവരും കണക്കുകൂട്ടിയിരുന്നത്. മാധ്യമങ്ങളുടെ മുന്നിൽ അടുത്ത അധ്യക്ഷനായി അബിൻ വർക്കിയെ രമേശ് ചെന്നിത്തല അവതരിപ്പിക്കുക കൂടി ചെയ്തിരുന്നു. അതേസമയം കെ.എം. അഭിജിത്തിന് വേണ്ടി എം.കെ. രാഘവൻ എം.പിയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ വിദഗ്ധമായ കരുനീക്കങ്ങൾക്കൊടുവിൽ ഇരുവരെയും കെ.സി. പക്ഷം ആസൂത്രിതമായി വെട്ടിമലർത്തി. ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പുതിയ പദവി കൂടി സൃഷ്ടിച്ച് ബിനു ചുള്ളിയിലിനെയും കെ.സി. വേണുഗോപാൽ പക്ഷം യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിലെത്തിച്ചു. അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവ പരിഗണനയിലുണ്ടായിരുന്ന അബിൻ വർക്കിയെയും കെ.എം. അഭിജിത്തിനെയും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരാക്കി മാറ്റി അണികളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നീക്കവും ഇതിനോടൊപ്പം നടന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാലിനെ പിണക്കാതെ ഒപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന തിരിച്ചറിവോടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഈ നീക്കത്തിന് ഒപ്പം നിന്നു. ഈ അച്ചുതണ്ട് ശക്തമായതോടെ രമേശ് ചെന്നിത്തല വിഭാഗം പൂർണ്ണമായും യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതും വധഭീഷണി മുഴക്കിയതും ഉൾപ്പെടെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് 2 മാസം കഴിഞ്ഞപ്പോഴാണ് പുതിയ അധ്യക്ഷനെ നേതൃത്വം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അധ്യക്ഷനായ ഒ.ജെ. ജനീഷ് മാങ്കൂട്ടത്തിലിന്റെ അടുത്ത അനുയായിയാണ്. പുതിയ അധ്യക്ഷനായി ജനീഷ് തന്നെ വേണമെന്ന നിലപാടായിരുന്നു ഷാഫി പറമ്പിൽ എം.പിക്കും ഉണ്ടായിരുന്നത്. നിലവിലെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും കെ.എസ്.യു. അധ്യക്ഷനും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരായതിനാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം കൂടി ന്യൂനപക്ഷ വിഭാഗത്തിന് നൽകിയാൽ സാമുദായിക സമവാക്യങ്ങൾ തകിടം മറിയും എന്ന വാദം ഉയർത്തിയാണ് ഷാഫി പറമ്പിൽ അബിൻ വർക്കിക്കെതിരെ കരുക്കൾ നീക്കിയത്. ഇതിന് കെ.സി. വേണുഗോപാലിന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ ഹൈക്കമാൻഡ് ജനീഷിന് അനുകൂല നിലപാട് കൈക്കൊള്ളുകയായിരുന്നു. കഴിഞ്ഞ അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കി 1,70,000 വോട്ടുകൾ നേടിയപ്പോൾ വെറും 19,000 വോട്ടുകൾ മാത്രമാണ് ഒ.ജെ. ജനീഷ് നേടിയത്. ബിനു ചുള്ളിയിലാകട്ടെ മത്സരിച്ചതുമില്ല. ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ നേതാവിനെയും മത്സരിക്കാത്ത വ്യക്തിയെയും നേതൃനിരയിൽ അവരോധിച്ചത് നീതികേടാണെന്ന വികാരമാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശക്തമായി ഇരമ്പുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ വെട്ടിമാറ്റിയതിലും ദേശീയ നേതൃത്വത്തിൽ എത്തിച്ച് ഒതുക്കാൻ ശ്രമിക്കുന്നതിനുമെതിരെയും തന്റെ അസംതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി രംഗത്തെത്തിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രൂപം കൊള്ളുന്ന പൊട്ടിത്തെറികളുടെ സൂചനകളാണ് വ്യക്തമാക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നുമാണ് അബിൻ വർക്കി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ അച്ചുതണ്ടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉയരുന്നത്. ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ ഗ്രൂപ്പ് വടംവലികൾ വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.